Now let us start with functionalism. അതിൽ പ്രധാനപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഫങ്ഷണലിസം എന്താണ് എന്ന ചോദ്യമാണ്. അതുപോലെ ക്രിട്ടിക്കലി അനലൈസ് റിലേഷൻസ് ബിറ്റ്വീൻ പോസിറ്റിവിസം ആൻഡ് ഫങ്ഷണലിസം, കോൺട്രാക്ട് ദം ആസ് ടു തിയറട്ടിക്കൽ അപ്രോച്ചസ്. ഫങ്ഷണലിസവും പോസിറ്റിവിസം തമ്മിലുള്ള ബന്ധവും അതിന് രണ്ട് തിയറട്ടിക്കൽ അപ്രോച്ചസ് ആയിട്ട് കോൺട്രാക്ട് ചെയ്യുന്ന രീതി. അപ്പം ഈ കാര്യങ്ങൾ നമ്മൾ പോസിറ്റീവ്സ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എന്നിരുന്നാലും നമുക്കിതിലൊന്നും കൂടെ പറയാം. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഫങ്ഷണലിസം ആസ് എ സ്റ്റഡി ഓഫ് സോഷ്യൽ സ്ട്രക്ചർ ആസ് പെർ എസ് റാറ്റ്ക്ലിഫ് ബ്രൗൺ ഇസ് കൺസേൺ. റാറ്റ്ക്ലിഫ് ബ്രൗൺ എന്ന് പറയുന്ന ആന്ത്രപ്പോളജിസ്റ്റിൻ്റെ ഫങ്ഷണലിസ്റ്റ് വ്യൂവിനെ പറ്റിയിട്ടാണ് പിന്നെയുള്ള ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഇസ് മെലനോവിസ്കീസ് തിയറി ഓഫ് ഫങ്ഷണലിസം. മെലനോവിസ്കി ഈസ് അനദർ ആന്ത്രപ്പോളജിസ്റ്റ് ആൻഡ് മെലനോവിസ്കീസ് തിയറി ഓഫ് കൾച്ചർ. ഇത്രയുമൊക്കെയാണ് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. ലെറ്റ് us ഡിസ്കസ് ഈച്ച് ആൻഡ് എവറി വൺ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ, ഫങ്ഷണലിസം is a theory of society that focuses on the structures that creates a society and on the society is able to remain stable. ഫങ്ഷണലിസം എന്ന് പറയുന്നത് എന്താണ്? ഈ സൊസൈറ്റിക്ക് ഒരു നിയതമായിട്ടുള്ള ഘടന ഉണ്ടാവുകയും ആ ഘടകങ്ങൾ നിരവധിയായിട്ടുള്ള ഘടകങ്ങൾ കൂടി ചേർന്നാണ് ഈ ഘടന ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഘടകങ്ങൾ ഓരോന്നും പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഈ ഒരു ഹോൾനെസ്സിന് വേണ്ടിയിട്ട്, ആ ടോട്ടാലിറ്റിക്ക് വേണ്ടി നൽകുകയും ആ ടോട്ടാലിറ്റി അങ്ങനെ നിലനിൽക്കുകയും ചെയ്യുന്ന ഒന്നിനെയാണ് ഫങ്ഷണലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഫങ്ഷണലിസം നമ്മൾ നേരെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഓരോരുത്തരും ഓരോ ധർമ്മം, ഒരു ഫാമിലി അസ്യൂം ചെയ്യുക. ഒരു ഫാമിലി എങ്ങനെയാണ് ഡിസിൻറ്റഗ്രേറ്റഡ് ആവാതെ സൂക്ഷിക്കപ്പെടുന്നത്? അതിലെ ഫാമിലി മെമ്പേഴ്സ് ഓരോന്നും ഫാമിലിയിലേക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴാണ് അല്ലേ. എങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുക? പണം കൊണ്ടാണോ? ആക്ച്വലി ഫാമിലിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് എക്കണോമിക്കലായിട്ടും സോഷ്യലായിട്ടും മറ്റുള്ള തരത്തിലൊക്കെ കൾച്ചറലായിട്ടൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴാണ് ഒരു ഫാമിലി നിലനിൽക്കുന്നത് അല്ലേ. ഫാമിലിയിൽ ഒരാൾ വഴിതെറ്റി പോവുകയാണെങ്കിൽ ആ ഫാമിലീൻ്റെ മൊത്തം റെപ്യൂട്ടേഷനെയല്ലേ ബാധിക്കുന്നത്. അപ്പം അത് ഫാമിലിയുടെ ഡിസിൻറ്റഗ്രേഷന് കാരണമാകും. അപ്പോൾ ആ വഴിതെറ്റി പോകുന്ന വ്യക്തി എന്ത് കോൺട്രിബ്യൂഷനാണ് കൊടുക്കുന്നത്? നെഗറ്റീവ് കോൺട്രിബ്യൂഷൻ അല്ലേ. പോസിറ്റീവായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുകയായിരുന്നെങ്കിലോ അപ്പം ആ ഫാമിലിയുടെ ഗോൾസ് അറ്റൈൻ ചെയ്യപ്പെടുകയും ഫാമിലി ഇൻടാക്റ്റായിട്ട് നിലനിൽക്കുകയും അടുത്ത തലമുറയിലേക്ക് എന്ത് ചെയ്യും? അത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ അടുത്ത തലമുറയിലൂടെ അത് കണ്ടിന്യൂസ് ആയിട്ട് നിലനിൽക്കും. അപ്പോൾ അതുപോലെ തന്നെയാണ് സൊസൈറ്റീനെ ഓർക്കുക. സൊസൈറ്റിയിലുള്ള ഓരോ ഘടകങ്ങളും ആ സൊസൈറ്റിയുടെ ഹോൾനെസ്സിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴാണ് സൊസൈറ്റി ഡിസിൻറ്റഗ്രേറ്റഡ് ആകാതെ കണ്ടിന്യൂസ് ആയിട്ട് നിലനിൽക്കുന്നത്. ദാറ്റ് ഈസ് ദ ബേസിക് ഐഡിയ ഓഫ് ഫങ്ഷണലിസം. ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ധർമ്മമാണ്. അപ്പോൾ ധാർമ്മികമായിട്ട് ഓരോരുത്തരും അവനവൻ്റെ ധർമ്മങ്ങൾ പാലിക്കുമ്പോഴാണ് ടോട്ടാലിറ്റി ഉണ്ടാവുന്നത്. According to functionalism, society is a whole of interconnected parts where each part contributes the maintenance of the whole. Functional analysis involves the prior conceptualization of the system. ഇനി നമുക്ക് പോസിറ്റിവിസം എന്താണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഫങ്ഷണലിസം ആണ്. പോസിറ്റിവിസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടും അഗസ്റ്റ് കോംപ്റ്റെയുടെ തിയറിയാണ്. പോസിറ്റിവിസം ഈസ് ആൻ അപ്രോച്ച് ടു ദ സോഷ്യൽ റിസർച്ച് വിച്ച് എയിംസ് ടു ബി ക്ലോസ് ടു ദ നാച്ചുറൽ സയൻസ് ആസ് പോസിബിൾ. നിങ്ങൾക്കറിയാവുന്നതുപോലെ ആദിമ കാലഘട്ടങ്ങളിൽ സോഷ്യോളജി എന്ന് പറയുന്ന സെപ്പറേറ്റ് ബ്രാഞ്ച് ഓഫ് സയൻസ് ഉണ്ടായിരുന്നില്ല. അതുണ്ടാവാത്ത കാലത്ത് സോഷ്യോളജിയുടെ പിതാവായിട്ട് അറിയപ്പെടുന്ന കോംറ്റെ കൊണ്ടുവന്നിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള തിയറട്ടിക്കലായിട്ടുള്ള അടിസ്ഥാനങ്ങളെയാണ് നമ്മൾ പോസിറ്റിവിസം, പ്രത്യേകിച്ചും കോംറ്റെയുടെ സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തഡോളജീനെയാണ് നമ്മൾ പോസിറ്റിവിസം എന്ന് പറയുന്നത്. അപ്പം നാച്ചുറൽ സയൻസുമായിട്ട് ക്ലോസ് കണക്ഷൻ ഉണ്ടാവും. സ്വാഭാവികമായിട്ട് ഇവർ ബയോളജിസ്റ്റുകളോ ഫിസിസ്റ്റുകളോ ഒക്കെ ആയിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ തിയറികൾക്കൊക്കെ കുറച്ചും കൂടെ നാച്ചുറൽ സയൻസിൻ്റെ അല്ലെങ്കിൽ പ്യുവർ സയൻസിൻ്റെ സ്വഭാവ സവിശേഷതകളാണ് ഉള്ളത്. ഓക്കെ, കോംറ്റെ എഫക്റ്റീവ്ലി ലിങ്ക്ഡ് സോഷ്യോളജി വിത്ത് പ്രസ്റ്റീജ് ഓഫ് ബയോളജിക്കൽ സയൻസ്. ബയോളജിക്കൽ സയൻസുമായിട്ട് എന്താണ് കോംറ്റെ സോഷ്യോളജിയെ ലിങ്ക് ചെയ്യാൻ ട്രൈ ചെയ്യാണ് ചെയ്യുന്നത്. ഹി ടോൾഡ് അബൌട്ട് 3 laws. ലോ ഓഫ് 3 സ്റ്റേജസിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ പ്രസൻറ്റേഷൻ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി സെൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടെ
നിങ്ങളുടെ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ വ്യക്തമാവും. എല്ലാം പറയാൻ നമുക്ക് സമയം വളരെ കുറവാണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അല്ലാതെ തന്നെ സെൻഡ് ചെയ്തുതരാം. ഇതിൽ തന്നെ രണ്ടാമത് വരുന്ന ഒരു വ്യക്തിയാണ് ഹെർബർട്ട് സ്പെൻസർ. ഈ ഹെർബർട്ട് സ്പെൻസർ എന്താണ് ചെയ്തത്? അദ്ദേഹം ഒരു ഓർഗാനിസത്തിനോട്, ജീവനുള്ള വസ്തുവിന്, ഹി വാസ് എ ബയോളജിസ്റ്റ് ബേസിക്കലി. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സബ്ജക്റ്റായിട്ടുള്ള ബയോളജിയിലുള്ള ഒരു ഓർഗാനിസം, ലിവിങ് ഓർഗാനിസത്തിനോട് സൊസൈറ്റി അദ്ദേഹം എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ he used organic analogy means comparison ആണ് to create an explicit form of functional analysis. ഫങ്ഷണലിസത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് സ്പെൻസറുടെ തിയറിയാണ് ആക്ച്വലി. ഓരോ അവയവ വ്യവസ്ഥയിലുണ്ടാകുന്ന ഓരോ അവയവങ്ങളും പോസിറ്റീവായിട്ട് കോൺട്രിബ്യൂട്ട് തങ്ങളുടേതായിട്ടുള്ള ധർമ്മങ്ങൾ നിർവഹിക്കുന്നത് കൊണ്ടാണ് ജീവനുള്ളതാവുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ. അതുപോലെ തന്നെയാണ് അദ്ദേഹം അതിനോട് എന്തിനെ ഉപമിക്കുകയാണ്? സൊസൈറ്റിയെ ഉപമിക്കുകയാണ് ചെയ്യുന്നത്. ഓർഗൻ എന്നത് ബോഡിയോടും അതുപോലെ ഓർഗൻ എങ്ങനെയാണ് ബോഡിയോട് കണക്റ്റഡ് ആവുന്നത്, അതുപോലെ തന്നെയാണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സൊസൈറ്റിയോട് കണക്റ്റഡ് ആവുന്നതെന്ന് പറയുന്നത്. ഈ ഹോൾനെസ്സിനെയാണ് ഇദ്ദേഹം ബോഡി എന്നിവിടെ വിളിക്കുന്നതെങ്കിൽ ഹോൾനെസ്സിനെയാണ് സോഷ്യോളജിക്കലി സൊസൈറ്റിയായിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, നമ്മൾ ബോഡിയെയും സൊസൈറ്റിയെയും ഇദ്ദേഹം ലിങ്ക് ചെയ്യുന്നതിൻ്റെ രീതികളെ പറ്റി ഓർക്കുക. ഇതിൻ്റെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള ബേസിക് ഐഡിയ ഞാൻ ഓൾറെഡി തന്നിട്ടുണ്ട്. ഐ വിൽ ബി റീസെൻഡിങ് ഇറ്റ്. ഓക്കെ, അടുത്തതായിട്ട് പറയാനുള്ള ദുർഖൈമിനെ പറ്റിയിട്ടാണ്. ദുർഖൈം വാസ് എ പോസിറ്റിവിസ്റ്റ് വിത്ത് എ ഡിഫറൻസ്. കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും. കാരണം ഞാൻ പറഞ്ഞായിരുന്നു ഓരോ അഡ്വാൻസ് സ്റ്റേജസിലും നിലനിൽക്കുന്ന തിയറികൾക്ക് അപ്ഡേഷൻസ് ഉണ്ടാക്കുകയാണ് ഈ പിന്നീട് വന്ന ശാസ്ത്രജ്ഞന്മാരെല്ലാവരും ചെയ്യുന്നത്. ഓക്കെ, he did not follow hardcore thumb rule of positivism, which says that the sociological study should be confined to the observable or directly measurable phenomena. അപ്പം സയൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഒരു മെഷറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കീനായിട്ട് അല്ലെങ്കിൽ കണ്ണുകൾ കൊണ്ട് കാണപ്പെടുന്ന രീതിയിലുള്ള ഒബ്സർവേഷൻസ് ഒക്കെയാണ് അതിൻ്റെ സാധ്യത എന്ന് പറയുന്നത്. അതേസമയം അതിനെ പൂർണ്ണമായിട്ട് ഫോളോ ചെയ്യാത്തൊരു അപ്രോച്ച് ആയിരുന്നു ദുർഖൈമിൻ്റേത്. ഓക്കെ, ദുർഖൈം ബേസിക്കായിട്ടും ഹ്യൂമൻ ബിഹേവിയറിനെ ഒബ്സർവ് ചെയ്യുകയും അല്ലെങ്കിൽ ഹ്യൂമൻ ബിഹേവിയറിനെ പറ്റിയിട്ട് ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ ട്രൈ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അദ്ദേഹം ഒരുപാട് സിമിലാരിറ്റികളും ഡിഫറൻസസും ഒക്കെ കണ്ടെത്തുകയാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷനാണ് സോഷ്യൽ ഫാക്റ്റ് എന്ന് പറയുന്നത്. ദുർഖൈം ഒപ്പോസ്ഡ് കൊംറ്റെ view of social facts that consist only things that are directly observed or measured. To Durkheim, social fact includes phenomena that exist in human mind and thus not directly observable or measurable. അപ്പോൾ മെഷറബിൾ ആവേണ്ട കാര്യങ്ങളൊന്നും നിർബന്ധമല്ല. നമ്മുടെ ഹ്യൂമൻ മൈൻഡിൽ എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളും എന്താണ്? സോഷ്യൽ ഫാക്റ്റുകളാണ്. സോഷ്യൽ ഫാക്റ്റുകളെ പറ്റി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് എല്ലാവരും ഒരേപോലെ ചിന്തിക്കുന്ന രീതികളും അതുപോലെ തന്നെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഫാക്റ്റുകളും സത്യങ്ങളും ഒക്കെയാണ് അദ്ദേഹം എന്തെന്ന് പറയുന്നത്? സോഷ്യൽ ഫാക്റ്റ് എന്ന് പറയുന്നത്. അപ്പം സോഷ്യൽ ഫാക്റ്റ് രണ്ട് രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ സോഷ്യൽ ഫാക്റ്റുകളുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഒന്ന് നോർമൽ ആകാം, അല്ലെങ്കിൽ അത് പാത്തോളജിക്കൽ ആവാം. നോർമൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ജനറൽ തിങ് ഇൻ ദ സൊസൈറ്റി, പെർഫോം ഫങ്ഷൻസ് ഓഫ് ഇൻ്റഗ്രേറ്റിംഗ് സൊസൈറ്റി. സൊസൈറ്റിയെ തമ്മിൽ കൂട്ടിയിണക്കുകയും ഒരുമിപ്പിക്കുകയും ചെയ്യുന്ന സാമൂഹിക സത്യങ്ങളെയാണ് അദ്ദേഹം എന്തെന്ന് വിളിക്കുന്നത്? നോർമൽ എന്ന് വിളിക്കുന്നത്. അതേസമയം പാത്തോളജിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗകാരണമായിട്ടുള്ള വസ്തുവിനെയാണ് പാത്തോളജിക്കൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നോക്കൂ, നോട്ട് ജനറൽ, ഇത് സാധാരണഗതിയിൽ ഉണ്ടാകുന്നതല്ല. ടുവേർഡ്സ് എ പ്രോസസ് ഓഫ് ഇൻറ്റഗ്രേഷൻ. ചിലപ്പോൾ അത് ഡിസിൻറ്റഗ്രേഷന് വരെ കാരണമാകുന്ന ഒന്നായിരിക്കാം പാത്തോളജിക്കൽ. അപ്പം സാധാരണഗതിയിൽ പാത്തോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ എന്തല്ല, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ഒന്നല്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. പിന്നീട് വരുന്ന കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവും അതുപോലെ തന്നെ നിയോ ഫങ്ഷണലിസ്റ്റുകളൊക്കെ ഈ വാദഗതിയൊക്കെ തള്ളിക്കളയുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കും. അപ്പം ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ദുർഖൈമിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, ഇനി സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ. പോസിറ്റിവിസം concern itself to use statistical data. Durkheim collected data is social facts such as suicide rates and membership of
ഡിഫറെൻറ്റ് റിലീജിയൻ. അപ്പം സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയുടെ സാധ്യതകളും കൂടെ ഇദ്ദേഹം എന്ത് പഠിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ സൊസൈറ്റിയെ പറ്റിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഫങ്ഷണലിസം യൂസ് ചെയ്തപ്പോൾ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ എങ്ങനെയാണ്, ഞാൻ സൂയിസൈഡ് തിയറിയെ പറ്റിയിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൂയിസൈഡ് തിയറി ഇദ്ദേഹത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറിയാണ്. എന്തുകൊണ്ടാണ് ചില സമൂഹങ്ങളിൽ മാത്രം സൂയിസൈഡ് റേറ്റ് കൂടുന്നത്? അപ്പോൾ അതെങ്ങനെ മനസ്സിലാക്കി അദ്ദേഹം? കണക്കുകൾ എടുത്തിട്ടായിരിക്കുമല്ലോ അല്ലേ, അല്ലാണ്ട് അദ്ദേഹത്തിന് ഒരു ഇൻറ്റ്യൂഷനൊന്നും അല്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യാണ്, പല സമൂഹങ്ങളിലും പോയിട്ട് നേരിട്ട് പഠനം നടത്തുകയും അവിടെയുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ കളക്ട് ചെയ്യുകയും ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണത്തിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിന് ആ ഫാക്റ്റ്, ഒരു സോഷ്യൽ ഫാക്റ്റ് ആയിട്ടുള്ള സൂയിസൈഡിനെ പറ്റിയിട്ട് അദ്ദേഹം പഠിക്കുന്നത്. അപ്പോൾ അത് അദ്ദേഹം എന്താണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ റിലീജിയനെ പറ്റി പഠിച്ച സമയത്ത് മെമ്പർഷിപ്പ്, ഓരോ റിലീജിയനിലും ആരൊക്കെ മെമ്പേഴ്സാണ്, എത്ര പെർസെൻറ്റേജ് മെമ്പേഴ്ഷിപ്പ് ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം അവിടെയും എന്താണ് യൂസ് ചെയ്തത്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റയാണ് അദ്ദേഹം യൂസ് ചെയ്തത്. ഓക്കെ. അതുപോലെ കോറിലേഷൻ എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വാട്ട് ഈസ് കോറിലേഷൻ? രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള റിലേഷൻ. നിങ്ങളറിയാം എക്സും വൈയും, വൈ എങ്ങനെയാണ് എക്സിനോട് റിലേറ്റഡ് ആവുന്നത്, ദാറ്റ് ഈസ് കോറിലേഷൻ. അല്ലെങ്കിൽ വൈയും എക്സും തമ്മിലുള്ള ബന്ധം എന്താണ്, ഒന്നിലുണ്ടാവുന്ന മാറ്റം മറ്റൊന്നിനെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് കോറിലേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആസ് ഫർ ആസ് യുവർ സ്റ്റാറ്റിസ്റ്റിക്സ് ഇസ് കൺസേൺ. നിങ്ങൾക്ക് റിസർച്ച് മെത്തഡോളജിയിലൊക്കെ കോറിലേഷനെ പറ്റി പഠിക്കാനുണ്ട്. Positivist methodology entails looking for the correlation between the social facts. Durkheim found correlation between particular religion and high suicide rate. സൂയിസൈഡ് റേറ്റ് എന്തുകൊണ്ടാണ് ഒരു പ്രത്യേക റിലീജിയനിൽ മാത്രം കൂടുതലായിട്ട് കാണപ്പെടുന്നത് എന്നുള്ള സ്റ്റഡിയാണ് അദ്ദേഹം നടത്തിയത്. അപ്പം സൂയിസൈഡും റിലീജിയനും തമ്മിലുള്ള ബന്ധത്തിനെയാണ്, കോറിലേഷനെയാണ് അദ്ദേഹം പഠിച്ചത്. നെക്സ്റ്റ് ഇസ് കോസേഷൻ. Positivists justify that relationship between two or more phenomena where one cause other to take place happens. Durkheim used causation paradigm, crime theory. The thesis of functionalism lies in philosophy of positivism. ഇദ്ദേഹം കോസേഷൻ എന്ന് പറയുന്ന മറ്റൊരു സാധ്യത, ഫിലോസഫിക്കലായിട്ടുള്ള മറ്റൊരു സാധ്യതയും കൂടെ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. രണ്ട് ഫിനോമിന തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റി പഠിക്കുമ്പോൾ ഒന്ന് മറ്റൊന്നിന് എങ്ങനെയാണ് കാരണമാകുന്നത്. കോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കാരണമാണ് അല്ലേ. അപ്പം ഒരു ഫിനോമിന മറ്റൊരു ഫിനോമിനയ്ക്ക് എങ്ങനെയാണ് കാരണമാകുന്നത്. അപ്പം റിലീജിയൻ എന്ന് പറയുന്ന സോഷ്യൽ ഫാക്റ്റ് എങ്ങനെയാണ് സൂയിസൈഡ് എന്ന് പറയുന്ന മറ്റൊരു സോഷ്യൽ ഫാക്ടറിന് കാരണമാകുന്നത്, ഇതാണ് അദ്ദേഹം പഠിച്ചത്. ഓക്കെ.